വേദിയിലിരിക്കുന്ന BJP, NDA യിലെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ, മുന്നിലിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു ദീർഘ സംഭാഷണത്തിന് ഇപ്പോൾ മുതിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിരിക്കുന്ന 3/4 പേരും മുള്ളിച്ചേട്ടൻ ഉൾപ്പെടെ എല്ലാവർക്കും രാത്രി 9:30 ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ പോകേണ്ടതാണ്. മാത്രമല്ല, പറയേണ്ട കാര്യങ്ങളിൽ എല്ലാം ഏകദേശം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഈ ദേശരക്ഷാ സദസ്സ് ഇതിലേക്ക് ക്ഷണിച്ചതിൽ ആദ്യം തന്നെ നന്ദി പറയുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തെ ഏകദേശം 50-ഓളം രാജ്യങ്ങൾ ഭീകരതയുടെ പേരിൽ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10ഓളം രാജ്യങ്ങൾ മതഭീകരത മൂലം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമുക്കാർക്കും ഈ യുദ്ധത്തിനോടോ ഭീകരതയോടോ യാതൊരു താല്പര്യവുമില്ല. കാരണം നമ്മൾ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മതഭീകരതയെ എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ആലോചിച്ചു. അവർ തന്നെ ഉറ്റുനോക്കുന്നത് ഭാരതത്തിലേക്കാണ്. കാരണം ഒരു കാലത്ത് ആസാമിലെടുത്താൽ നമുക്ക് അവിടുത്തെ ഇൻസർജൻസിയെ പറ്റി അറിയാം, കാശ്മീരിൽ എന്ത് നടന്നുകൊണ്ടിരുന്നു എന്നറിയാം, പഞ്ചാബിൽ എന്ത് നടന്നിരുന്നു എന്നറിയാം. എന്നാൽ ഭരണത്തിൽ വന്ന് 3ാമത്തെ ടേമിലോട്ടായപ്പോൾ ഭാരതത്തെ ഭീകരതയിൽ നിന്ന് നമ്മൾ മുക്തമാക്കിയിരിക്കുകയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. നമുക്കറിയാം, ഇന്ന് ഒരിടത്തും ബോംബുകൾ പൊട്ടുന്നില്ല. എന്നാൽ ഇത്രയും ശാന്തമായിട്ട് പോകുമ്പോൾ എങ്ങനെ ഭാരതത്തെ മതത്തിന്റെ പേരിൽ ഒന്ന് ഭിന്നിപ്പിക്കാനൊരു ശ്രമം നടത്തി പെഹൽഗാമിൽ, അതിന് കൃത്യമായ മറുപടി നമ്മൾ പാകിസ്ഥാന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഭാരതം ശാന്തമായിരിക്കുന്നത് ഭാരതം മുഴുവൻ ഇഷ്ടപ്പെടുന്നെങ്കിലും കേരളത്തിൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. മുരളിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു മത്സരം നടക്കുകയാണ്. ഇപ്പോഴത്തെ PDP ഇടതുപക്ഷത്തിന്റെ കൂടെ വലിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഈ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് വലിച്ചുകൊണ്ടിരിക്കുന്നു, വെറും മതത്തിന്റെ പേരിൽ 4 വോട്ട് പിടിക്കാൻ വേണ്ടി. എന്നാൽ ഇവിടുത്തെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ഇവർ ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ 30 കൊല്ലത്തോളമായിട്ട് മുടങ്ങിക്കിടക്കുന്ന നിലമ്പൂർ ബൈപ്പാസ് അതെന്തായിരിക്കുന്നു? ഒന്നുമായിട്ടില്ല. എന്നാൽ 2014 40 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ നമ്മളെല്ലാവരും കണ്ടു. 4 വർഷം കൊണ്ട് തീർത്തിരിക്കുകയാണ്. നമുക്ക് മതഭീകരത അല്ല ഇവിടെ വേണ്ടത്. സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു അവസരമാണ് വേണ്ടത്. അതിന് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പൊ വീണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കാണിച്ചു കൊടുക്കണം. നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടുണ്ട്, ശ്രീ മോഹൻ ജോർജ്. ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കിനി മണിക്കൂറുകൾ മാത്രമാണ്. നമ്മളെല്ലാവരും ഒന്ന് വാട്സാപ്പ് കയ്യിലിരിക്കുകയാണ്. നമ്മൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കും. ഈ വരുന്ന ദിവസങ്ങളിൽ അവസാന നിമിഷം വരെ നമ്മൾ ഒരു വോട്ട് പോലും പോകാതെ പരമാവധി വോട്ടുകൾ ശേഖരിച്ച് ശ്രീ നരേന്ദ്രമോദിയുടെ ശക്തമായ കരങ്ങൾക്ക് നമുക്കൊരു ഊർജ്ജം കൊടുക്കണം. അതിനായി എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ മതഭീകരത എന്ന് പറയുന്ന സാധനം മനസ്സുകളിൽ നിന്ന് അകറ്റണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല. പക്ഷെ കുത്തിത്തിരിപ്പ് എന്ന് നമ്മൾ പറയുമല്ലോ, അതിനു വേണ്ടിയുള്ള കുറെ ആൾക്കാർ ഇന്നും നടക്കുക. അവരുടെ ഈ ഒരു പ്രവൃത്തി നമ്മൾ ഇതിലൂടെ പൊളിച്ചടുക്കി ശ്രീ മോഹൻ ജോർജിന് പരമാവധി വോട്ടുകൾ നേടി BJPയുടെ വിജയിപ്പിക്കണമെന്ന് ഒരു ആഹ്വാനം ഞാനിവിടെ നടത്തുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടുതൽ സംസാരിച്ചാൽ പലർക്കും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവും. പലരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങും, ഒരു സ്ലിപ്പ് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഭാരതത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, നിലമ്പൂരിലൂടെ ഒരു തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നന്ദി, നമസ്തേ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയുമെല്ലാം നേരത്തെ എല്ലാ നേതാക്കന്മാരും വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ 2 മുന്നണികൾക്കുമെതിരായി ജനവിധിയായി മാറേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്ന്, വികസനത്തെ മറക്കുകയും വിഭാഗീയതയെയും വിധ്വംസക പ്രവർത്തനത്തെയും സ്വീകരിക്കുകയും ചെയ്യുന്ന മത്സരമായി നിലമ്പൂർ മാറുകയാണ്. നിലമ്പൂരിൽ മതരാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയും വികസന രാഷ്ട്രീയം വിസ്മരിക്കപ്പെടുകയും ചെയ്യുകയാണ്. മലപ്പുറം ജില്ലയിലും നിലമ്പൂരിലും മതം പറഞ്ഞാൽ മാത്രമേ വോട്ട് കിട്ടുകയുള്ളൂ എന്ന ധാരണയാണ് LDFനും UDFനും ഉള്ളത്. പക്ഷേ മലപ്പുറത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ മതത്തിൽ മാത്രം അഭിനമിക്കുന്നവരല്ല. അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കും അവർക്ക് പ്രധാനമാണ്. വികസനം പറഞ്ഞാലും മലപ്പുറത്തുകാർ വോട്ട് ചെയ്യും, നിലമ്പൂരുകാർ വോട്ട് ചെയ്യുമെന്ന് ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് വികസനത്തിന് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീ മോഹൻ ജോർജിനെ നാം ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരടയാളത്തിൽ രേഖപ്പെടുത്തി ശ്രീ മോഹൻ ജോർജിനെ വിജയിപ്പിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.
നമസ്കാരം ഭാരത് മാതാ കി ജയ്. അടുത്തതായി ശ്രീ കുമ്മനം രാജശേഖരൻ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ മേഘാലയ ഗവർണർ, അദ്ദേഹം സംസാരിക്കും. ശ്രീ കുമ്മനം രാജേട്ടൻ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഈ ദേശ സുരക്ഷാ സദസ്സ് NDAക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം മറ്റ് LDFും UDFും ഒന്നും നാളിതുവരെ നടത്തിയ പ്രചരണ പരിപാടികളിൽ ദേശസുരക്ഷയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. നാടിൻ്റെ അഖണ്ഡതയെക്കുറിച്ച് അവർ സ്പർശിച്ചതേയില്ല. ഭാരത മാതാവിനെക്കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മഹത്തായ പൈതൃകത്തെക്കുറിച്ചോ ആ വക വിഷയങ്ങളൊന്നും അവർ ചർച്ച ചെയ്തിട്ടില്ല. ആകെ ചെയ്ത് UDF വേദികളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയും CPM ആണ് വർഗീയവാദികൾ, അവർ PDPയുമായി കൂട്ടുകെട്ടിയെന്ന് പറയും. LDFിൻ്റെ നേതാക്കന്മാർ പറയും UDF ആണ് വർഗീയവാദികൾ, അവർ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടിയെന്ന് പറയും. ഒരു ബോളെടുത്ത് മറ്റവരുടെ കോട്ടിലേക്ക് എറിയും. വർഗീയതയുടെ അതേ ബോളെടുത്ത് LDFിൻ്റെ കോട്ടിലേക്ക് എറിയും. ഈ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരാരും നാടിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, വികസനത്തെക്കുറിച്ച് പറയുന്നില്ല, നിലമ്പൂർ എങ്ങനെ ആയിരിക്കണം എന്ന് ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ 67 വർഷക്കാലമായി എത്രയെത്ര MLAമാരെ ഇവിടെ തിരഞ്ഞെടുത്തയച്ചു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറുമാണ്, രണ്ട് മുന്നണികളും ഇവിടെ MLAമാരെ തിരഞ്ഞെടുത്തയച്ചവരാണ്. പക്ഷേ എന്തുണ്ടായി? വികസനം ഒന്നും നടക്കാത്ത ഒരു മണ്ഡലം ഈ കേരളത്തിൽ കാണണമെങ്കിൽ വരൂ, നിലമ്പൂർ വരൂ എന്ന് ആരോടും പറയാൻ കഴിയുന്ന വിധം ഏറ്റവും അവികസിതമായിട്ടുള്ള ഒരു മണ്ഡലമായി നിലമ്പൂർ മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? കോൺഗ്രസും CPMുമാണ്. ആ രണ്ട് മുന്നണികളുമാണ്. അവരാണ് ഈ ഗതികേടിൽ കൊണ്ട് ഈ നാട്ടിൽ ജനങ്ങളെ എത്തിച്ചത്. ഇതിന് ചുട്ട മറുപടി കൊടുക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ഈ വോട്ടർമാർക്കെല്ലാം ചുട്ട മറുപടി കൊടുക്കാനുള്ള ആയുധം കയ്യിലുണ്ട്. LDF പറയുന്നു തുടരും എന്നാണ് പറയുന്നത്. എന്ത് തുടരുമെന്നാണ് പറയുന്നത്? നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ തുടരുമെന്നാണോ? അതോ ഈ നാട്ടിൽ മദ്യശാലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, എല്ലായിടത്തും ഔട്ട്ലെറ്റുകളാണ്, അത് തുടരും എന്നാണോ അതിൻ്റെ അർത്ഥം? മയക്കുമരുന്നും മദ്യവും ഒക്കെ വർദ്ധിച്ചു വരുന്ന, അതിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഈ കേരളത്തിൽ അതെല്ലാം തുടരും എന്നാണോ അതിൻ്റെ അർത്ഥം? വോട്ടർമാർ പറയേണ്ടിയിരിക്കുന്നു ഇതൊന്നും തുടരില്ല മക്കളെ എന്നും. നമ്മുടെ നാടിന് വേണ്ടത് വികസനമാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താണ്? ജയിക്കും ജയിക്കുമെന്നാണ്. എന്ത് ജയിക്കുമെന്നാണ് പറയുന്നത്? അവർ ഏതിന്മേൽ ജയിക്കുമെന്നാണ് പറയുന്നത്? വാസ്തവത്തിൽ നാടിൻ്റെ സുരക്ഷയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ജനതയോട് പറയുന്നത് ആര് ജയിക്കുമെന്നാണ്? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ജയിച്ചതിൻ്റെ ദുരന്തം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ് ആര് ജയിക്കും. ഈ ഏറ്റുമുട്ടലിൽ ധർമ്മവും സത്യവും നീതിയുമാണ് ജയിക്കേണ്ടത്. അത് ഉയർത്തിപ്പിടിക്കാൻ NDAക്ക് സാധിക്കും എന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. വികസിത നിലമ്പൂർ ആണ് നമുക്ക് ആവശ്യം എന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഈ നിലമ്പൂരിൻ്റെ വിവിധ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളോട് പറയുന്നു. രണ്ടു കൂട്ടർ LDFും UDFും വർഗീയത പറയുമ്പോൾ, വർഗീയ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുമ്പോൾ, വികസിത നിലമ്പൂരിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഈ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജിന് താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തീർക്കുന്നു. അടുത്തതായി LJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാമചന്ദ്രൻ. വേദിയിലിരിക്കുന്ന BJPയുടെയും NDAയുടെയും പ്രമുഖ നേതാക്കന്മാരെ, സദസ്സിലിരിക്കുന്ന സഹപ്രവർത്തകരെ, നിലമ്പൂരെ വോട്ടർമാരെ, സഹോദരി സഹോദരന്മാരെ, വളരെ വിശദമായ രാഷ്ട്രീയ വിശദീകരണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിനെ, ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ, നിലമ്പൂരിൽ വീണ്ടും വന്നിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് 2-3 കാര്യങ്ങൾ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്ന ഈ അവസരം കഴിഞ്ഞ 9 വർഷക്കാലം മുൻപ്
നമ്മുടെ കേരളത്തിൽ എല്ലാം ശരിയാകും എന്ന ഒരാപ്തവാക്യവുമായി ഭരണത്തിലേറിയ ഈ ഭരണകൂടം നമുക്ക് എന്താണ് തിരിച്ചു തന്നിട്ടുള്ളത്, എന്താണ് ഈ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന് തിരിച്ച് ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 69 വർഷമായി മാറി മാറി കേരളത്തിൽ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന LDF, UDF ഗവൺമെന്റുകൾ വികസനം തീരെ തീണ്ടാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അവിടുത്തെ റോഡുകളും മറ്റ് സൗകര്യങ്ങളും വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇന്നും വളരെ പുരാതനമായ ഇടുങ്ങിയ റോഡുകളിലൂടെ മാത്രം, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെ മാത്രം യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇവിടെ വികസനമെന്ന് 100 തവണ പറയുന്നവർ എന്ത് തരത്തിലുള്ള വികസനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? നാം അതിലേക്കൊന്ന് കണ്ണോടിക്കണം. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട് അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനം ആകെ തകർന്നിരിക്കുന്നു. നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനും ഉപരി വിദ്യാഭ്യാസത്തിനും ഒക്കെയായി ഇവിടെ നിന്ന് പലായനം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് സജ്ജമായിട്ടുള്ളത്. ആരാണ് ഇതിന് കാരണക്കാർ? അതുകൊണ്ട് അതിനൊരു അറുതി വരുത്തണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾക്കും ക്യാമ്പസുകൾക്കുമെല്ലാം ചുറ്റും ലഹരി മാഫിയകൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2023 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പഞ്ചാബിലാണെങ്കിൽ അതിനെ കടത്തിവെട്ടി 3 ഇരട്ടി കേസുകളുമായി 2024 കേരളം മുന്നിലെത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ കേരളത്തിൽ ഓരോ മേഖലയും നമ്മൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ആകെ കടം 4.5 ലക്ഷം കോടി രൂപ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഈ കഴിഞ്ഞ 69 വർഷം കൊണ്ട് മാറി മാറി ഭരിച്ച ഇവിടുത്തെ LDF, UDF ഭരണകൂടങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ വികസനം, കഴിഞ്ഞ 11 വർഷം കൊണ്ട് നാം കണ്ടതാണ് വികസനം എന്നത് എന്താണ്. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന വികസനം, ഒരു രാജ്യത്തിന്റെ അതിശീഘ്രം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ അതീവ്രമായ വികസനത്തിന് മുന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ കേരളത്തിലും പ്രാപ്തമാകണമെങ്കിൽ നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ശ്രീമാൻ മോഹൻ ജോർജിന് താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് നമ്മുടെ നിയമസഭയിലേക്ക് അയക്കുന്നത് തീർച്ചയായും നമ്മുടെ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു പ്രക്രിയയാണ്. അതിന് നിങ്ങൾ എല്ലാവരും തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുന്നതിന് വേണ്ടി ശിവസേനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ TR ദേവൻ. ബഹുമാനിയായ അധ്യക്ഷൻ ശ്രീ രാജേട്ടൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളിയേട്ടൻ ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും നേതാക്കളെ, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന സന്ധ്യാസ്നേരത്ത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന മഴയൊക്കെ ആയിട്ടും നമ്മൾ ഇത്രയും പേരോട് ഒത്തുകൂടി. ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ അധ്യക്ഷൻ എന്നോട് പറഞ്ഞ് ഇത്തിരിയെ പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ ഒത്തിരി ദൂരെ നിന്ന് വന്നാൽ ഏറെ പറയാൻ വേണ്ടിയിട്ട്, പക്ഷേ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മുരളിയേട്ടൻ ഉൾപ്പെടെയുള്ള മുൻ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ രംഗം ഒഴിഞ്ഞുകൊള്ളാം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചായിരുന്നു കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടത്. 2008 ഇടതുപക്ഷത്തിന്റെ ഒരു പരിധിവരെ ജിഹുവായിരുന്ന കേരള ശബ്ദത്തിൽ ശ്രീ MR അജയൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ഉള്ളടക്കം മറ്റൊന്നുമായിരുന്നില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയിലെ അമീർ ഒരു ക്യാമ്പയിന് ഇന്ത്യയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അത് 2008 ഏപ്രിൽ മാസത്തിലെ വാരികയിലാണ് ഇത് അച്ചടിച്ചു വന്നത്. ഒരു ആഹ്വാനം അദ്ദേഹം നൽകിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ അണികൾക്ക്, ഇന്ത്യക്കെതിരായി യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുക. ശിവസേനയുടെ നേതാവായ ഞാനോ ഭാരതീയ ജനതാ പാർട്ടിയോ സംഘപരിവാറോ പ്രസിദ്ധീകരിക്കുന്ന ജിഹുവല്ല കേരള ശബ്ദം.
ഇടതുപക്ഷ സന്തത സഹചാരിയായിരുന്ന കേരള ശബ്ദം 4 പേജ് നിറയെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. 2009 ജൂൺ മാസം 17-ാം തീയതി കേരള ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കേസ് കൊടുത്ത ആളിന്റെ പേര് അബ്ദുൾ സമദ്, എറണാകുളം ജില്ലയിലെ വാഴക്കാല സ്വദേശി. അദ്ദേഹം കോടതിയുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടിയത് ഈ സംഘടനയെ ഈ രാജ്യത്ത് നിരോധിക്കണം, ബഹുമാനപ്പെട്ട കോടതി അതിന് ഉത്തരവിടണം. ഉത്തരവിടുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിനോടും ആവശ്യപ്പെടണം. 1-ാം പ്രതി ഇന്ത്യ ഗവൺമെന്റ്, 2-ാം പ്രതി കേരള ഗവൺമെന്റ്. കേസ് അനുസൃതം മുന്നോട്ട് പോവുകയാണ്. അവസാനം 2024 അത്ഭുതമെന്ന രീതിയിൽ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത്ഭുതമെന്ന രീതിയിൽ ഈ ഹർജി കൊടുത്ത സമത് ശ്രീ മുഷ്താഖിന്റെ ബെഞ്ചിൽ നിന്ന്, ജസ്റ്റിസ് മുഷ്താഖിന്റെ ബെഞ്ചിൽ നിന്ന് ഈ കേസ് പിൻവലിക്കുന്നു. അതിന് ജഡ്ജ്മെന്റിന്റെ പകർപ്പാണ് എഴുതിയിരിക്കുന്നത്. ആ ഓർഡറിൽ ശ്രീ മുസ്താഖ് എഴുതി വെച്ചത് കേസ് തന്ന വ്യക്തി കേസ് പിൻവലിക്കുന്നത് കൊണ്ട് ഈ കേസ് ഡിസ്മിസ് ചെയ്യുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് സമിതി കേസ് പിൻവലിക്കാൻ തയ്യാറായത്? അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗൂഢാലോചനയെ സംബന്ധിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണം. ഇതിന്റെ എല്ലാ പകർപ്പും തരാൻ ഞാൻ തയ്യാറാണ്. കോടതിയിൽ നിന്ന് അന്ന് ഫയൽ ചെയ്ത പേപ്പർ ഉൾപ്പെടെ പഴയ മാഗസിന്റെ പ്രിന്റ് കോപ്പി ഉൾപ്പെടെ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? ആ കേസ് വന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ മുന്നണിയുടെ ശ്രീ VS അച്യുതാനന്ദനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതിനുശേഷം ഇങ്ങോട്ട് വീണ്ടും UDF വന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. അങ്ങനെ വീണ്ടും ഇടതുപക്ഷത്തിന്റെ ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്നു. ഈ 2024 എന്തുകൊണ്ട് ഈ കേസ് അദ്ദേഹം പിൻവലിക്കേണ്ടി വന്നു? വളരെ അപകടകരമായ ഒരു കൂട്ടുകെട്ടിന്റെ പരിണിത ഫലമാണ്. അതിന്റെ ചിഹ്നങ്ങളാണ് ഇന്ന് നിലമ്പൂരിൽ കാണുന്നത്. ഇടതുപക്ഷം ഒരു സമയത്ത് കെട്ടിപ്പുണർന്നുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ പഞ്ചായത്തുകളിലും നിയമസഭകളിലും പാർലമെന്റുകളിലും ഒക്കെ മത്സരിച്ച് വിജയിച്ച് അധികാരത്തിൽ കയറി അവരുടെ പിന്തുണയോടെ കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ ഇന്നും ഭരണം കൈയാളുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പം ചേർന്നു. ഇപ്പൊ കുറച്ചൊക്കെ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് മത്സരത്തിൽ, UDF-നൊപ്പം ചേർന്നത്. അപ്പൊ ഈ ഇരു മുന്നണികളും ഇത്തരം വർഗീയ ശക്തികളെ വളർത്തി ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോ ഈ രാജ്യത്ത് വാഴപ്പിണ്ടി വെച്ച് കെട്ടാത്ത നട്ടലുള്ള കരുത്തനായ ഒരു പ്രധാനമന്ത്രി ഉള്ളത് കൊണ്ട് ചോദിക്കാനും പറയാനും ഈ രാജ്യത്ത് ആണത്തമുള്ള തന്റെ ഇടമുള്ള സ്വയം സേവകനായ ശ്രീ നരേന്ദ്രമോദി ഉള്ളത് കൊണ്ട് ഇന്ന് മനസ്സമാധാനത്തോടുകൂടി നമുക്കിവിടെ ഇരിക്കാൻ കഴിയുന്നു. ഈ വർഗീയ ശക്തികൾ ശക്തമായി രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്, രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട്, വർഗീയ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നാന്ദി കുറിച്ചതിന്റെ അടയാളങ്ങളാണ് ഇന്ന് നമ്മൾ നിലമ്പൂരിൽ കാണുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ മോഹൻ ജോർജിന് താമര അടയാളത്തിൽ വോട്ട് ചെയ്ത്, ഞാൻ മാധ്യമപ്രവർത്തകനാണ്, ഞാൻ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര വിരിയും. കാരണം നിലമ്പൂരിന്റെ വോട്ടുകൾ വിഭജിക്കപ്പെടും. നിലമ്പൂരിലെ വോട്ടുകൾ ഏകദേശം 2 ലക്ഷത്തിലാണ് വോട്ട്, 30,000 വോട്ടുകൾ രേഖപ്പെടുത്തി കഴിയുമ്പോ 4-ഉം 5-ഉമായിട്ട് വിഭജിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ നിലമ്പൂരിലേക്ക് സമ്മതിദായകർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. തർക്കമൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 23-ാം തീയതി കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ഈ യോഗം അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി BDJS-ന്റെ ജില്ലാ പ്രസിഡന്റും NDAയുടെ ചെയർമാനുമായ ശ്രീ ഗിരീഷ് മേക്കാട്ടിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം ദേശീയഗാനം ഉണ്ടാവും. അതിനുശേഷം മാത്രമാണ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. ഏറെ ബഹുമാന്യായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന സമാരാധ്യ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ, പ്രിയപ്പെട്ട മുരളിയേട്ടൻ, കുമ്മനം രാജശേഖരനടക്കം വേദിയിലുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം.
ദേശരക്ഷാ സംഗമം അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഇന്ന് ഇതുപോലെ ഒരു സംഗമം സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ നേതാക്കൾ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ നാം ഉയർത്തിപ്പിടിക്കുന്നത് വികസിത നിലമ്പൂരാണ്. ഈ വികസിത നിലമ്പൂരിൻ്റെ പദ്ധതികളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്. അത് നമുക്ക് ശൂന്യതയിൽ നിന്ന് ലഭിച്ചതല്ല, മറിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുമായും വിവിധ വിഭാഗം ജനങ്ങളുമായും സംവദിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിനൊരു പരിഹാരമാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വെച്ചത്. ഇവിടെ മത്സരിക്കുന്ന മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് അവരുടെ പദ്ധതിയിലുള്ളത്. LDFന്റെ സ്ഥാനാർത്ഥിക്ക് അവന്റെ നിലപാടുകൾക്കാണ് വോട്ട് വന്നത്. നിലപാട് എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നു. UDFന്റെ സ്ഥാനാർത്ഥിക്ക് അവർ നടത്തിയ വികസനത്തിന്റെ ബാക്കിയെന്നാണ്. അപ്പൊ അവർ തുടങ്ങിയത് വീട് തെറുപ്പുന്നതിനാണ് പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങി ഇവിടെ ഒരു വലിയ ഗുണ്ടാസംഘത്തെയും ഇവിടെ പലതരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നവര് അതിന്റെ വികസനത്തെക്കുറിച്ചും പറയുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളും അദ്ദേഹത്തിന്റെ വ്യവസായത്തെ സംബന്ധിച്ചും ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുമുള്ള പ്രവർത്തനത്തിൽ. പക്ഷെ ദേശീയ ജനാധിപത്യ സഖ്യം അതിന്റെ വികസന രേഖ തയ്യാറാക്കിയത് ജനങ്ങളുമായി സംവദിച്ചു. നമുക്ക് നിലമ്പൂർ വികസന സമിതി എന്ന് പറഞ്ഞ ഒരു സമിതിയുണ്ട്. അത് ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ യഥാസമയം ഭരണ രാഷ്ട്രീയ നേതൃത്വത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു നിഷ്പക്ഷ സമിതിയാണ്. അവരെ കഴിഞ്ഞ ദിവസം ഒരു പത്ര സമ്മേളനത്തിൽ നിരവധി പരിപാടികളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ട്. ആ പരിപാടികളൊക്കെ അവർ കാണുന്നതിൻ്റെ മുൻപ് നമ്മുടെ വികസന രേഖയിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ നാടുകാണി നിലമ്പൂർ കാലിക്കറ്റ് നിലമ്പൂർ നാടുകാണി റോഡ്, ഗുഡല്ലൂർ റോഡ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയെ സംബന്ധിച്ച്, ബൈപ്പാസിനെ സംബന്ധിച്ച്, അങ്ങനെ നാട്ടിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് കൃത്യമായ പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ വികസന രേഖയുള്ളത്. അതല്ലാതെ വെറുതെയല്ല. നാം പറയുന്നത് അടുത്ത 9 മാസക്കാലം ഒരു MLA ആയി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിപ്പിച്ചാൽ ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ അത് നടപ്പിലാക്കി തരുമെന്നുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ 9 മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അതിനെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം കൂടിയുണ്ട് എന്നാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നാം നൽകുന്ന വികസന രേഖ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ, കർഷകന്റെ, തൊഴിലാളികളുടെ, വ്യവസായികളുടെ, കച്ചവടക്കാരന്റെ, സാധാരണ ജനതയുടെ, നിലമ്പൂരിൽ ദുരിതമനുഭവിക്കുന്ന മുഴുവൻ ജനതയുടെയും പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് അതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് താമര അടയാളത്തിൽ വോട്ട് നൽകാൻ ഈ നിലമ്പൂരിലെ നിഷ്പക്ഷമതികളായ രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത ജനത, കച്ചവടക്കാര്, വ്യവസായികള്, കർഷകര്, കർഷക തൊഴിലാളികള് തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയങ്കരനായ കേരളത്തിന്റെ വികസന നായകൻ, പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീമാൻ പി മുരളീധരൻ അവർക്ക് NDA
നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ വിധത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ദേശരക്ഷാ സംഗമത്തിന് നമുക്ക് പ്രതിജ്ഞ ചൊല്ലി മാതൃകാപരമായ പ്രവർത്തനം നടത്തുകയും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീമാൻ മേജർ രവി അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗുരുസ്ഥാനീയൻ ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ കുമ്മനം രാജശേഖരൻ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ സമിതി അംഗവുമായിട്ടുള്ള നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന നമ്മളിൽ ഒരുവരായി പ്രവർത്തിക്കുന്ന ഏറെ പ്രിയപ്പെട്ട പി.കെ. കൃഷ്ണദാസ് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട M.T. രമേശ് അവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മേഖലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ബിജെപിയുടെ ദേശീയ സമിതി അംഗം ശ്രീമാൻ സി വാസുദേവൻ മാസ്റ്റർ, പ്രിയപ്പെട്ട ജിജി ജോസഫ്, PH രാമചന്ദ്രൻ അടക്കമുള്ള NDAയുടെ നേതാക്കൾ, ഏറെ പ്രിയങ്കരനായ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലർ പ്രിയപ്പെട്ട നാരായണേട്ടൻ, ബിജെപിയുടെ സമാരാധന ജില്ലാ പ്രസിഡന്റ് PR രശ്മിനാഥ് അടക്കം PR ദേവൻ, നമ്മളോട് സംവദിച്ച പ്രിയപ്പെട്ട സിനിമാ താരം കൃഷ്ണകുമാർ അടക്കമുള്ള വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ രഞ്ജിയേട്ടൻ, അതുപോലെ തന്നെ ശിവസേന നേതാക്കൾ, അതുപോലെ മുഴുവൻ ആളുകൾ, ശ്രീ അഡ്വക്കേറ്റ് VK സജീവൻ അടക്കമുള്ള വേദിയിൽ ഉപേക്ഷരായിരിക്കുന്ന ബിജെപിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും നേതാക്കൾ, അതുപോലെ തന്നെ ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന ഏറെ ബഹുമാന്യരായ കർമ്മധീരരായ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർ, നമ്മളെ ശ്രവിക്കുന്ന മറ്റു സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട നിലമ്പൂരിലെ നിവാസികൾ, അതിലേറെ നമ്മുടെ ഈ സന്ദേശം ഈ നാടിനോട് പറയുവാനായി ചേർന്ന നമ്മുടെ പത്രദൃശ്യമാധ്യമത്തിന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ദേശീയ ഗാനം.